ഞാൻ ഉറപ്പ് ജയിക്കുന്ന പറഞ്ഞ ഒറ്റ സ്ഥാനത്ത് കേരളത്തിലുള്ളൂ. ആരാ? അഖിൽ മാരാർ ജയിക്കുന്നു ഉറപ്പിച്ചു പറയുന്നത്. ഒറ്റ സ്ഥാനാർത്ഥിയേ ഉള്ളൂ. മാമച്ചൻ വലിയ ഉള്ളിയാ. ഡൽഹി കണ്ടുപിടിച്ച ആളാ. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്തൊരു അധ്യായം. അതേ തന്നെ പറയുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബാക്കി എല്ലാവർക്കും അറിയാൻ നോക്കുന്നു. അഖിൽ മാരാർ പറയുന്നത് ഇറങ്ങിയിട്ടില്ല. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? പാവം. യഥാർത്ഥത്തിൽ മുന്നൊരുക്കം ചെയ്യുന്നതിൽ നമുക്ക് മറ്റുള്ള ആൾക്കാരെ കാട്ടി ഒരു പോരായ്മ പറ്റിയിട്ടുണ്ട്. ഈ കോമാളി കാരണം ബാക്കിയുള്ളവർ കൂടി പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. ഉമാ തോമസിന് വേണ്ടി പ്രചരണത്തിന് ആരൊക്കെ സഹായിക്കുന്നു? കോടികളാണ്. കാരണം ഇവിടുത്തെ കോർപ്പറേഷൻ ബോർഡുകൾ, മുനിസിപ്പാലിറ്റി ബോർഡുകൾ. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. ഒരു MLA കഴിഞ്ഞ 4 വർഷം കൊണ്ട് പ്രവർത്തിച്ച് ഇത്രയും ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നതിന് ശേഷം എന്തിനാണ് ഇവർക്ക് ഇത്രയേറെ കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നുള്ളതാണ്. വല്ല മൂർഖം പാമ്പം വന്ന് കൊത്തിയിരുന്ന അവനാ കുഴി കിടന്ന് ചത്തോളുമായിരുന്നു. അതത്ര എളുപ്പമല്ലേ? അപ്പം എന്നാൽ അതിന്റെ 1/3 പോലും നമ്മളാരും ചെലവഴിച്ചിട്ടില്ല. അത് പറയാൻ നാണക്കേടില്ല. കാരണം വന്ന വഴി മറക്കുന്നവരല്ല നരിപ്പേക്കാര്. 2020 ഏതൊക്കെ മണ്ഡലങ്ങളാണ് മത്സരിക്കുന്നതെന്നൊന്നും NDAയുടെ തീരുമാനങ്ങളൊക്കെ ഒന്ന് അവസാന സമയത്താണ്. അപ്പം മുന്നൊരുക്കത്തിൽ നമ്മൾ കുറച്ച് പിന്നിലായിരുന്നെങ്കിലും എന്നിട്ട് അവന്റെ കബറിന്റെ മേളിൽ എഴുതി വെക്കണം, അവന്റെ സേവനങ്ങൾക്ക് പെരുത്ത് നന്ദി നായിന്റെ മോൻ. മത്സര രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിൽ ഒരു ഇമ്പാക്ട് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിനക്കിത് കേട്ടിട്ട് ചിരി വരുന്നില്ലേ? പിന്നെ എന്താടാ പോത്തെ വാ തുറന്ന് ചിരിക്കാത്തെ? ഒരുപക്ഷെ മുന്നൊരുക്കം ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാമായിരുന്നു എന്നൊരു പ്രതീക്ഷയുണ്ട്. ഒരുപാട് തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. കോട്ടയോ ഏത് കോട്ട, എവിടുത്തെ കോട്ട, എല്ലാ കോട്ടയും പൊളിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. എവിടെ തുടങ്ങിയാലും ക്ലൈമാക്സിന് മാറ്റം ഉണ്ടാവും. അതെന്താടാ അയാൾ പിടിച്ചാട്ടും. മെയ് 4-ാം തീയതി നിങ്ങൾക്ക് മനസ്സിലാവും. എഴുതി വെച്ചോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താ പറഞ്ഞത്? റിസൾട്ട് വന്നു കഴിയുമ്പോ അമുട്ട് പൊട്ടിക്കുന്നത് എന്റെ മുഖത്താണെന്ന്. എന്നിട്ടോ ചക്കട, ചക്കപ്പായസം, ചക്കക്കൂട്ടൻ, ചക്ക കൊണ്ട് ചക്ക ബജ്ജി. ഞാൻ അവന്റെ വീടിന്റെ മുമ്പിൽ അമുട്ട് പൊട്ടിച്ചു വാടാൻ വിട്ടു. അവൻ ചമ്മി പോയി കാണും. അല്ലടാ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് മോദിജിയോട് പറയാം, പിടിച്ചോ മോദിജി, ഇതാ ഞങ്ങളുടെ തൃക്കാക്കരായിരുന്നു. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ? അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. രാജാണ് താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 24,303 വോട്ടുകൾക്ക് എന്തായിരുന്നു ഐശ്വര്യം? 3ന്റെ അന്ന് പൂട്ടിയില്ലേ? അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടാ ഇത്? ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJPയിലേക്കും ഒക്കെ വന്ന് എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. 9,161. എവിടെ? ഇനി മരം കയറ്റം തന്നെയാ നല്ലത്. നല്ല വിഷമമുണ്ട്. എന്നെ പോവാ. അപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ? എന്നാ കാണാം. ഡബിൾ ഓക്കെ.